വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണത്തിലേക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ആരോഗ്യ രംഗത്തെ ആഗോള കുത്തകയിൽ നിന്നും CPM കോടിക്കണക്കിന് രൂപകൾ കൈപ്പറ്റിയിട്ടുണ്ട്. അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ സബ്സിഡറിയായ P1 ഇൻഫ്രാസ്ട്രക്ചർ CPM-ന് 2 തവണയായി നൽകിയത് 4 കോടി രൂപയാണെന്നാണ് ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. CPM-ന് പണം നൽകിയ ശേഷം ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ വാങ്ങിക്കൂട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. ജിജീഷ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജിജീഷ്, ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന കമ്പനി ആള് ചില്ലറക്കാരനൊന്നുമല്ല. ഏതാണ്ട് $1.2 ട്രില്യൺ വ്യാപാരം നടത്തുന്ന ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനി എന്നൊന്നും വിശേഷിപ്പിച്ചാൽ പോരാ. ഒരു ബഹുരാഷ്ട്ര ഭീമൻ, ഗ്ലോബൽ മാർക്കറ്റിംഗ് ഫോഴ്സസിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വമ്പൻ കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട പണം കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ഈ P1 ഇൻഫ്രാസ്ട്രക്ചറിന് കേരളത്തിൽ ഉടനീളം ഹോസ്പിറ്റലുകൾ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെക്ടറിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള സാഹചര്യം CPM ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കൂട്ടി വായിക്കേണ്ടത് സാധാരണക്കാരന് അത്താണിയാകുന്ന സർക്കാർ ആശുപത്രികളുടെ ക്രമക്കേടുകളും ഗുരുതരമായ അനാസ്ഥകളും കെട്ടിടം ഇടിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ശ്യാം, ഇത് ഒരു ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് പച്ചയായ പരമാർത്ഥം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖലയെ സർക്കാർ ഈ വിധം നശിപ്പിച്ചത് എന്നതിൻ്റെ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി, അതും ആരോഗ്യ മേഖലയിലെ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയതിന് ശേഷം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലേക്ക്, തകർന്ന് തരിപ്പണമാക്കുന്ന രീതിയിലേക്ക്, സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഒരു സർജറി ആവശ്യത്തിനാണെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കാണെങ്കിലും എല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികൾ മാത്രമാണ് ആശ്രയം എന്ന നിലയിലേക്ക് അവരുടെ കയ്യിലേക്ക് ആ പണം എത്തിക്കുക, സാധാരണക്കാരൻ്റെ പിഴിഞ്ഞുള്ള പണം എന്ന സർക്കാരിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പണം വലിയ തോതിൽ വാങ്ങിയിരിക്കുന്നത്. അതിന് പിന്നിലുള്ള ഗൂഢമായ ചർച്ചകൾ, ആലോചനകൾ, ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഇനി പ്രധാനമായും പുറത്തു വരണം. ഏറ്റവും ഗുരുതരമായ, ആരോഗ്യ മേഖലയിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ തെളിവുകളോടുകൂടി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം തന്നെയാണ് ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 4 കോടി രൂപ 2 തവണയായി CPM-ന് സംഭാവനയായി നൽകിയിരിക്കുന്നു എന്നത്. ആ സംഭാവന വാങ്ങിയെന്ന് മാത്രമല്ല, ആ സംഭാവനയ്ക്കുള്ള പ്രത്യുപകാരം CPM ചെയ്തു തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അവിടെ സർക്കാർ ആശുപത്രികളിലെ സർജറികൾ നേരെ പകുതിയായി കുറയുന്നു. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ആശ്രയിക്കാൻ കഴിയാതെ മറ്റ് ആശുപത്രികളെ, സ്വകാര്യ ആശുപത്രികളിലേക്ക് സാധാരണക്കാരടക്കം ഭീമമായ
കൃത്യമായ ചികിത്സാ ചെലവ് വഹിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. 2021 2 തവണ 2 കോടി വീതം കമ്പനി നൽകിയതെന്നാണ് തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. അതിനു മുമ്പ് വരെ ആ കമ്പനിക്ക് കേരളവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഈ 2021 മുമ്പ് ഈ കേരളത്തിൽ വേരൂന്നണം, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വിഴുങ്ങണമെന്ന താല്പര്യം കമ്പനിയിൽ ഉടലെടുത്ത സമയം മുതലാണ് ഈ സംഭാവന കൊടുക്കാനുള്ള താല്പര്യമുണ്ടാകുന്നതും അതിന് സഹായമായി CPMൻ്റെ സംഭാവന വാങ്ങാനുള്ള ഒരു താല്പര്യമുണ്ടാകുന്നതും. അങ്ങനെ ഇരു വിഭാഗവും, കച്ചവടക്കാരായ ഇരു ഗ്രൂപ്പുകളും ഒന്നിച്ച് ഒരു കരാറിൻ്റേത് എന്നപോലെ പണം വാങ്ങി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അമേരിക്കയിലെ ബ്ലാക്ക്സ്റ്റോൺ എന്ന കമ്പനിയുടെ ഉപകമ്പനിയാണ് ഈ പണം നൽകിയ P1 എന്ന കമ്പനി. നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഇതില് സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് വർക്ക്, ലാൻഡ് മാഫിയ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്പനിക്ക് ആതുര സേവനത്തിൽ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് എങ്ങനെ വന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ശ്യാം, ഈ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടെ ഭരിക്കുന്ന ആളുകൾ തങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്യുമെന്ന കൃത്യമായ ഒരു ചിന്തയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു ഭീമന്മാർ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകൾ വേരുറപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുമ്പുള്ള അനുഭവങ്ങൾ പലതുമുണ്ട്. എങ്ങനെയാണ് ഈ സർക്കാർ മേഖലയെയും പൊതുമേഖലയെയും എല്ലാം തന്നെ തകർത്തുകൊണ്ട് ഇത്തരത്തിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ആരോഗ്യ മേഖലയിൽ തന്നെ പലപ്പോഴും മരുന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത് സമാനമായി തന്നെ ആവർത്തിക്കുക എന്നത് തന്നെയായിരുന്നു ഈ ഒരു നീക്കം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഇത്തരത്തിൽ വേരൂന്നാൻ അവർ ശ്രമിക്കുന്നതും പല സ്ഥലങ്ങളിലായി ആശുപത്രി ശൃംഖലകൾ ആരംഭിക്കുന്നു. അവിടെയാണ് ഈ സർജറികളുടെ എണ്ണമെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. 2021 ശേഷം സർക്കാർ മെഡിക്കൽ കോളേജിൽ 13 ലക്ഷം അഡ്മിഷൻ എന്നത് പിന്നീട് 7.5 ലക്ഷമായി കുറഞ്ഞു. പകുതിയായി അവിടെ ആശുപത്രികളിൽ കിടത്തി ചികിത്സ നൽകാൻ വരുന്ന അല്ലെങ്കിൽ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. അവരെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം വരുമ്പോൾ ഈ കൊടുത്ത പണം മുതലാക്കാൻ, CPMന് നൽകിയ സംഭാവന മുതലാക്കാൻ എന്ന് മാത്രമല്ല അതിൻ്റെ പല മടങ്ങ് ലാഭവിഹിതമായി തിരിച്ചെത്തിക്കാനും എല്ലാം തന്നെ ഈ ആശുപത്രി ശൃംഖലയ്ക്ക് അതിലൂടെ കഴിയുന്നു. രോഗികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഈ സർക്കാർ മേഖലയിലെ ആശുപത്രികളെ ഈ രീതിയിൽ തകർത്തുകൊണ്ട് മാത്രമല്ല ഈ മുഖ്യമന്ത്രിയും CPMും അറിഞ്ഞുകൊണ്ടാണ് ഈ കച്ചവടം എന്ന കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുകയും ചെയ്യുന്നത്. എല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. യെസ്, വ്യക്തമാണ്.